പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഈ സിനിമാറ്റിക് പ്രൊഡക്ഷൻസിൻ്റെ ഈ വെഞ്ചറിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഡോസ് നല്ലൊരു ഡോസായിട്ട് തന്നെ മലയാള സിനിമയ്ക്ക് കൊടുക്കട്ടെ. ഇതെനിക്ക് തോന്നുന്നത് കേട്ടിട്ട്, പേര് കേട്ടിട്ട് ഇതൊരു മെഡിക്കൽ ത്രില്ലറാണെന്ന് തോന്നുന്നു. അഭിലാഷിൻ്റെ ഒരു എന്താ പറയുക, ഒരു പരീക്ഷണ ചിത്രമാണിതെന്ന് തോന്നുന്നു. അഭിലാഷിന് എല്ലാ വിജയങ്ങളും നേരുന്നു. നിർമ്മാതാക്കൾക്ക് എല്ലാ വിജയങ്ങളും നേരുന്നു. തീർച്ചയായിട്ടും നല്ല സിനിമകളെ പ്രേക്ഷകർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു സമയമാണിത്. ആരഭിനയിക്കുന്നെന്നോ ആര് ഡയറക്റ്റ് ചെയ്യുന്നെന്നോ ഒന്നുമല്ല, നല്ല പ്രോഡക്റ്റ് ഓഡിയൻസിന് കിട്ടിയാൽ അവർ അക്സെപ്റ്റ് ചെയ്യുന്നൊരു അവസ്ഥ ഇന്നുണ്ട്, പണ്ടത്തെ പോലെയല്ല. അപ്പോൾ അതിനൊരു ചേഞ്ചായിട്ട് തന്നെ ഈ ഡോസ് വളരെ ഡിഫറെൻ്റായിട്ട് വരട്ടെ. ഇതിൻ്റെ എല്ലാ ക്രൂവിനും ഞാൻ ആശംസ അർപ്പിക്കുകയാണ്. പിന്നെ ഒരു അടിപൊളി സ്റ്റണ്ട് മാസ്റ്റർ ആയിട്ടിരിക്കുന്നല്ലേ കല. എൻ്റെ കഴിഞ്ഞ പടത്തിലെ കല ഫുള്ള് വർക്ക് ചെയ്തതാണ്. അവസാനം അഭിനയിക്കാനാണില്ല, എന്നിട്ട് അഭിനയിപ്പിച്ചു സ്റ്റണ്ട് മാനായിട്ട് അല്ലേ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ക്രൂവിന് ഞാൻ നന്ദിയും സ്നേഹവും ആശംസയും അർപ്പിക്കുകയാണ്. ഗോപി സുന്ദറിനെ പോലുള്ളൊരു അടിപൊളി മ്യൂസിക് ഡയറക്ടറാണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഹീറോയാണ് എൻ്റെ സിജു വിൽസനാണ് ഇതിൻ്റെ ഹീറോ. അതിനുള്ള ഒരു സന്തോഷമുണ്ട്. കാരണം നിങ്ങൾക്കറിയാം, എൻ്റെ കഴിഞ്ഞ ചിത്രം 2022 ഓണത്തിന് ഇറങ്ങിയ 19-ാം നൂറ്റാണ്ട്. ഞാൻ ഒത്തിരി പുതിയ ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരു കഥാപാത്രത്തിന് വേണ്ടി നടത്താനായിട്ട് അന്ന് ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ എന്ന് പറയുന്ന കഥാപാത്രം, എനിക്ക് തോന്നുന്നു, ഞാനത് പറയുമ്പോൾ സിജു പോലും ബോധം കെട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഷർട്ടൂരി എന്നെ ഒന്ന് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു വളരെ സ്ലിമ്മായൊരു ബോഡിയായിരുന്നു. ഞാൻ പറഞ്ഞു, സാർ ഞാനിത് 6 മാസം വേലായുധപ്പണിക്കരാക്കും എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു 3 മാസം കഴിഞ്ഞപ്പോൾ സിജു വന്ന് അല്ലേ ഒരു ഷോ കാണിച്ചു ഭയങ്കര. അപ്പോൾ അതാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു ക്യാരക്ടറിന് വേണ്ടി സിജു മാറിയത്. പിന്നെ കുതിരപ്പുറത്തൊക്കെ നിങ്ങളിത് കണ്ടു കാണുന്നു, ചാടി വന്ന് യാതൊരു സപ്പോർട്ടും ഇല്ലാതെ ഓടിക്കയറുക അല്ല കല, ഞെട്ടിച്ചു കളഞ്ഞു നമ്മളെയൊക്കെ. അപ്പം അത് മാത്രമല്ലല്ലോ, അതിനകത്ത് ആക്ഷനും ഒക്കെ ചെയ്തു മാത്രമല്ല, ഒരു ചരിത്ര കഥാപാത്രത്തെ നമ്മുടെ നാട്ടിൽ സൂപ്പർ സ്റ്റാറുകൾ മാത്രം ചെയ്ത് അത്തരം ഫിഗേഴ്സ് അത് ചെയ്ത് കണ്ടിട്ടുള്ള നമ്മളെ ഒരു കൊച്ചു ചെറുപ്പക്കാരനെ വെച്ചിട്ടത് ചെയ്തിട്ടത് കയ്യടി മേടിച്ചു എന്നുള്ളിടത്താണ് സിജുവിൻ്റെ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ സിജുവിൻ്റെ ഒരു കഴിവ് ഞാൻ പറയും. അവിടെ വലിയ ചർച്ചയായി, അത് വിജയമായിരുന്നു ആ ഓണത്തിന്. പക്ഷേ സിജുവിന് ഞാൻ വിചാരിച്ചത് കഴിഞ്ഞ് സിജു നമ്മുടെ കയ്യിലൊന്നും കിട്ടത്തില്ല, വലിയ കയ്യിൽ നിന്നൊക്കെ പോകും, ഭയങ്കര ഒരു ആക്ഷൻ ഹീറോ ആയിട്ട് മലയാളത്തിൽ മാറും. എന്തുകൊണ്ടോ അതുണ്ടായില്ല. അതാണ് സിജു സിനിമ. അഭിനയിക്കാനും ട്രാൻസ്ഫോർമേഷൻ നടത്താനും മാത്രമല്ല, സിനിമയിൽ അതിൻ്റെ ഒരു സെൽഫ് മാർക്കറ്റിങ്ങും അവിടെ നിൽക്കാനും ഒക്കെ ആയിട്ട് ചില തന്ത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സിജു അതുപോലൊരു വലിയ സംഭവം ചെയ്തിട്ടും സിജുവിനെ ഒരു എന്താ പറയുക, ആ ചെയ്ത എഫർട്ടിന് അനുസരിച്ചുള്ള ഒരു വാക്കുകളോ ന്യൂസുകളോ ഒന്നും വന്നില്ല. എനിക്കത് വലിയ വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ വേണോ ഇനി അതിലും വലിയൊരു പടമായിട്ട് വരേണ്ടതെന്ന് ചിന്തിക്കുകയാണ്. വന്നിരിക്കും സിജുവിന് വേണ്ടിയിട്ട്, അതിനുള്ള പ്ലാനുണ്ട് കേട്ടോ ഗോപി, അതിനുള്ള പ്ലാനുണ്ട്. ഒരു വലിയ ചിത്രം പ്ലാൻ ചെയ്യാൻ നമ്മൾ വരുന്നതാണ്. ഡോസ് അതിനു മുമ്പ് എൻ്റെ ആ ചിത്രത്തിന് സപ്പോർട്ടാകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നേരുന്നു. താങ്ക് യു.